ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്തരമാറ്റിലെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നവ്യ ഒരു പൊടിയൊക്കെ വാങ്ങിച്ചിട്ട് അബിക്ക് സ്നേഹമാവാനായിട്ടൊക്കെ കലക്കി വെക്കുന്നുണ്ട് പാലിൽ. അപ്പോൾ ആ പാലെടുത്ത് കുടിക്കുന്നത് ആദർശമാണ്. അങ്ങനെ ആദർശും നയനയും തമ്മിൽ പരസ്പരം സ്നേഹത്തിലാവുകയാണ്. അതേപോലെ ഗോവിന്ദനാണെന്നുണ്ടെങ്കിൽ ആധാരം വീട്ടിലില്ല എന്നുള്ളൊരു കാര്യം തിരിച്ചറിയുന്നുണ്ട്. ജലജയും അബിയും കൂടിയിട്ട് ആദർശിനെ ഇല്ലാതാക്കാനുള്ള പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ കഥയുടെ ഉള്ളടക്കം. അപ്പം നമുക്ക് എല്ലാവർക്കും കഥയിലേക്ക് പോകാം. അങ്ങനെ പാലൊക്കെ തിളപ്പിച്ചിട്ട് അതിൽ പൊടിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നവിക്കൊരു കോള് വരുന്നുണ്ട്. അപ്പോൾ ഫോൺ എടുക്കാനായിട്ട് സംസാരിക്കാനായിട്ട് അവൾ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്. ഈ സമയം നയന പാല് തിളപ്പിച്ച് വരുന്നുണ്ട് ആദർശിനുള്ളത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാലുകൾ തമ്മിൽ മാറിപ്പോവുകയാണ്. നവ്യാണെന്നുണ്ടെങ്കിൽ നയന കലക്കി വെച്ചിരുന്ന പാലെടുത്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ പൊടി കലർത്തിയ പാൽ ആദർശിനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നവ്യാണെന്നുണ്ടെങ്കിൽ ആ പാലുമായിട്ട് നേരെ അബിയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അബിയോട് പറയുന്നുണ്ട്, ഈ പാലൊന്ന് കുടിച്ചേ എന്ന് പറയുകയാണ്. അപ്പോൾ അബി ചോദിക്കുന്നുണ്ട്, ഇതെന്താ ആദ്യരാത്രിയാണോ പാലുമായിട്ട് വരാനെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അബിയുടെ അടുത്ത് നവ്യ പറയുന്നുണ്ട്, നമുക്ക് എന്നും ആദ്യരാത്രിയാണല്ലോ എന്നും കൂടി പറയുകയാണ്. എനിക്കിപ്പോൾ പാലൊന്നും കുടിച്ചിരിക്കാനുള്ളൊരു മൂഡിലൊന്നല്ല. എനിക്ക് ഓഫീസിൽ നടന്ന കാര്യങ്ങളൊന്നും മറക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ആ സമയം നവ്യ പറയുന്നുണ്ട്, ഞാനവിടെ അബിക്ക് വേണ്ടി പാല് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അനിയത്തി എന്ന് പറയുന്നവൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പാല് തിളപ്പിന് കണ്ട് കുശുമ്പായിട്ട് അവൾ ആദർശിന് വേണ്ടിയിട്ട് പാല് തിളപ്പിച്ചിരുന്നു. വീട്ടിൽ വെച്ചാലും അവളെ സ്വഭാവം അങ്ങനെ തന്നെ. ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ കോമ്പറ്റീഷനായിട്ട് വരുമെന്ന് പറയുകയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, നിൻ്റെ അനിയത്തിയായിട്ട് നീ കോമ്പറ്റീഷനൊന്നും പോകാൻ നിൽക്കേണ്ട, കാരണം നീ തോറ്റു പോകുള്ളൂ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ പാല് കുടിക്കാനായിട്ട് പറഞ്ഞപ്പോൾ അബി വേണ്ട എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, ഞാൻ നിന്നത് കുടിപ്പിക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചിട്ട് പാല് കുടിപ്പിക്കുകയാണ് അബിയെ. അങ്ങനെ പാല് മുഴുവനായിട്ട് കുടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ, ഇനി നീ ഇത് പയ്യെ മയങ്ങി പോകും, അത് കഴിഞ്ഞാൽ പാതി മയക്കത്തിലായി നിന്നെ എന്ത് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്ന് നവ്യ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആദർശ് വർക്ക് ചെയ്യുന്നത് പോയി നോക്കിയതിന് ശേഷം പാലെടുക്കാനായിട്ട് നയന അടുക്കളയിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ബാക്കിയുണ്ടായിരുന്ന ആ ഒരു പാലുമായിട്ട് നയന നേരെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ആദർശ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് അവനടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഈ ഒരു പാല് കുടിക്കാനായിട്ട് പറയുന്നുണ്ട്. നീ എന്തിനിപ്പോൾ പാലൊക്കെ ആയിട്ട് വന്നേ എന്ന് പറയാണ്. അത് പിന്നെ നിങ്ങൾക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്, ഇനി പണിയൊക്കെ മാറ്റി വെച്ചിട്ട് പാല് കുടിച്ചിട്ട് കിടന്നുറങ്ങാനായിട്ട് പോകുമെന്ന് പറയാണ്. പാല് കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കം വരുന്ന കാരണവന്മാർ പറഞ്ഞിട്ടില്ലെന്ന് പറയാണ്. അപ്പോൾ ആദർശാണെന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് ഞാനിത് കുടിക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, റിക്വസ്റ്റ് ചെയ്താലും അല്ലെങ്കിൽ നിങ്ങളിത് കുടിച്ചേ പറ്റുള്ളൂ എന്ന് പറയാണ്. ഇനി ഞാൻ മുത്തശ്ശനും വിളിക്കണമെന്ന് ചോദിച്ചപ്പോൾ, ഇനിയിപ്പോൾ ഈ നേരത്തെ അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്നും പറഞ്ഞിട്ട് നയനയുടെ കയ്യിൽ നിന്നും പാല് വാങ്ങിച്ചിട്ട് ആദർശ് കുടിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഇനി ഇതിൽ വല്ല മയക്കും മരുന്നും കലക്കി തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എനിക്കിപ്പോൾ അങ്ങനെ കലക്കി തരേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറയാണ്. അങ്ങനെ പാല് മുഴുവനായിട്ടും ആദർശ് കുടിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് അബിയുടെ റൂമാണ്. അപ്പോൾ ബാത്റൂമിലൊക്കെ പോയിട്ട് ഒരു നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നവ്യ അവിടേക്ക് വരുന്നത്. കാരണം അവൾ കൊടുത്തിരിക്കുന്ന ആ ഒരു പൊടി കഴിച്ചിട്ട് വളരെയധികം സ്നേഹത്തിലും പാതി മയക്കത്തിലും ആയിരിക്കുന്ന അബിയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നവ്യ അവിടേക്ക് ചെല്ലുന്നത്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഈ ഒരു വേഷത്തിൽ നിന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ മനസ്സിലാലോചിക്കുന്നുണ്ട്, ഇവന് ഉറക്കമൊന്നും വരുന്നൊന്നുമില്ലല്ലോ, പറഞ്ഞ പോലെ ഒന്നും തന്നെ അവൻ്റെ ഭാഗത്തു നിന്ന് തോന്നുന്നില്ലല്ലോ എന്നും പറഞ്ഞിട്ട് അബിയുടെ അടുത്ത് പോയിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അബി ഇനിയിപ്പോൾ നമുക്കൊരു കുഞ്ഞൊക്കെ പിറന്നു കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള സ്നേഹം പങ്കിട്ട് കൊടുക്കേണ്ടി വരും. നമ്മൾ രണ്ടുപേരും തമ്മിൽ മാത്രമാണ് ഇപ്പോൾ സ്നേഹിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് പരമാവധി നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്ന സമയത്ത് നമുക്ക് സ്നേഹിക്കാമെന്ന് പറയുകയാണ് നവ്യ. എനിക്കിപ്പോൾ കിടന്നാൽ ഉറക്കമൊന്നും വരാൻ പോകണില്ല. എനിക്ക് ഓഫീസിൽ നടന്ന കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കിടന്നാൽ എനിക്ക് ഉറങ്ങാനായിട്ട് പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അതൊക്കെ വെറുതെ പറയുന്നതാ, അബി കിടന്ന് അപ്പം തന്നെ ഉറങ്ങിപ്പോകുമെന്ന് പറയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം ഞാൻ ഉറങ്ങാനും പോകുന്നില്ല, എനിക്ക് ഉറക്കം വരത്തില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ സമയം നവ്യ മനസ്സിലാലോചിക്കുന്നുണ്ട്, ഞാൻ കാശ് കൊടുത്തിട്ട് ആ പൊടി വാങ്ങിച്ചത് വെറുതെ ആയെന്നാണ് തോന്നുന്നത്, അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ലല്ലോ എന്ന് വിഷമിച്ചിട്ട് ഇരിക്കുകയാണ് നവ്യ. അതിനുശേഷം കാണിക്കുന്നത് ആദർശും നയനയും തമ്മിലുള്ള രംഗങ്ങളാണ്. അപ്പോൾ ഈ എപ്പിസോഡിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഇനിയിപ്പോൾ വരാനായിട്ടിരിക്കുന്നത്. അങ്ങനെ നയനയാണെന്നുണ്ടെങ്കിൽ കണ്ണാടിയിൽ നോക്കിയിട്ട് മുല്ലപ്പൂ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ആദർശ് ഈ മയക്ക് പൊടി ഇട്ട് കൊടുത്ത പാല് കുടിച്ചതിൻ്റെ ഒരു ഹാങ് ഓവറിൽ നേരെ നയനെ നോക്കിക്കൊണ്ട് വരുന്നുണ്ട് പിന്നാലെ. അങ്ങനെ കണ്ണാടിയുടെ ബാക്കിൽ ഒന്ന് നിന്ന് നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എത്ര മനോഹരിയാണെന്നുള്ളൊരു കാര്യം. അങ്ങനെ തിരിഞ്ഞ് നോക്കുകയാണ് നയന. അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ നയനെ പറ്റി തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലുള്ള ആ ഒരു സ്നേഹം മുഴുവൻ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നയനയ്ക്ക് തോന്നുന്നുണ്ട്, ഇതെന്ത് പറ്റി, ഇയാളെങ്ങാനും കള്ളു കുടിച്ചോ എന്ന് ആലോചിക്കുകയാണ്. ആ സമയം ആദർശാണെന്നുണ്ടെങ്കിൽ, നിന്നെ ഞാൻ എൻ്റെ ഹൃദയത്തിലാണ് കൊണ്ടുനടക്കുന്നത്, നിന്നോട് അത്രയധികം സ്നേഹമാണ് എന്ന് പറയാണ്.
അപ്പോൾ അവൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. നീ എൻ്റെ ആരാന്ന് ചോദിക്കുകയാണ് ആദർശ്. അപ്പോൾ പറയുന്നുണ്ട് ആരാന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെയും ചോദിക്കുകയാണ്. അങ്ങനെ കഴുത്തി കെട്ടിയ താലി കാണിച്ചിട്ട് പറയുന്നുണ്ട് നീ എൻ്റെ ഭാര്യയാണ്, നിന്നോട് എനിക്ക് അത്രയും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവൻ അവളെ മുഖത്തൊക്കെ തലോടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവളെ പിടിച്ചുകൊണ്ട് നേരെ കട്ടിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ആ സമയം നയന മനസ്സിലാലോചിക്കുന്നുണ്ട് നാളെ കറുത്തവാവാണ്, അതിൻ്റെ ഒരു ശീലക്കേടൊക്കെയാണോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാണ്. അങ്ങനെ കട്ടിലിൽ കയറി കിടക്കുമ്പോൾ നയനയുടെ അടുത്ത് വന്നിട്ട് കഴുത്തിലൂടെയൊക്കെ പിടിക്കുന്നുണ്ട്. അവളുടെ മുഖത്തൊക്കെ വന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട് നീ എന്തൊരു സുന്ദരിയാണ്, നീ അതിമനോഹരിയാണ്, നിൻ്റെ സ്വഭാവം അതേപോലെ തന്നെയാണ്, നിന്നോട് എനിക്ക് വളരെയധികം ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നയനയ്ക്ക് അതൊക്കെ കേട്ടിട്ട് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ആദർശേട്ടൻ എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കൊന്നും പറ്റിയിട്ടില്ല, എനിക്ക് നിന്നോട് അത്രയധികം ഇഷ്ടമാണ്, ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് നയനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നയനെ കട്ടുമ്പോൾ ഇരിക്കുമ്പോൾ പറയാണ് നമുക്ക് ഒരുമിച്ച് ഇവിടെ കിടക്കാമെന്നൊക്കെ അവളോട് പറയാണ്. അങ്ങനെ നയന ഇരിക്കുന്ന സമയത്ത് നയനയുടെ മടിയിലായിട്ട് ആദർശ് വന്ന് കിടക്കുകയാണ്. അങ്ങനെ നയനെ പറ്റി പിന്നെയും പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് ഉറങ്ങിപ്പോവുകയാണ്. ആ സമയം നയന അവൻ്റെ അടുത്ത് വന്ന് മണപ്പിച്ച് നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് മദ്യപിച്ചിട്ടൊന്നുമില്ല, പിന്നെ എന്തോ വല്ലതും കഴിച്ചോ, പാല് കുടിച്ചതിന് ശേഷമാണല്ലോ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ സംഭവിച്ചേ എന്നുള്ളൊരു കാര്യം നയന ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം അവൾ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആദ്യമായിട്ട് കണ്ടുമുട്ടുമ്പോൾ നയനയ്ക്ക് ആദർശിനെ തല്ലേണ്ട വന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റിയാണ് അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദൻ റൂമിലിരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദനെ സോപ്പിടാനായിട്ട് കനക ഒരു ഗ്ലാസ് പാലുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദേട്ടാ ഇന്നാ പാലെന്ന് പറയാണ്. എന്നാലും കനക നീ ചെയ്ത കാര്യങ്ങളൊന്നും പൊറുക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറയാണ്. ആരെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളാണോ നീ ചെയ്തതെന്ന് പറയാണ്. അത് പിന്നെ കുറച്ച് പൈസ വാങ്ങേണ്ടി വന്നു, അതുകൊണ്ടല്ലേ ഗോവിന്ദേട്ടൻ അതൊക്കെ വിട്ടുകള എന്ന് പറയാണ്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് അതൊക്കെ വിടട്ടെ, നമ്മുടെ വീടിൻ്റെ ആധാരം എവിടെ, അലമാരയിലും ഡ്രോയറിലൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഒന്നും തപ്പിയിട്ട് കണ്ടില്ല, നീ ഒരു കാര്യം ചെയ്യ്, ആ ഒരു പ്രമാണം എടുത്തുകൊണ്ട് വരാനായിട്ട് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അതും പണയപ്പാടാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് അത് പിന്നാലെ 2 മക്കളുടെ കല്യാണം വന്നില്ലേ, അപ്പോൾ അതിനൊക്കെ പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ കുറച്ച് പൈസയ്ക്ക് ആധാരം കൊണ്ടുപോയി പണയം വെച്ചു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ആ സമയം ഗോവിന്ദന് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് വീട്ടിലെന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും ഈ ഒരു കാര്യങ്ങൾ അറിയണം. ഇനിയിപ്പോൾ നവ്യനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം, നിൻ്റെ സ്വഭാവം തന്നെയാണ് അവൾക്കൊന്നും പറയാണ്. അപ്പോൾ ഗോവിന്ദൻ ആകെ ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട് ഇനി ഞാൻ ആ ചന്ദ്രന് കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ എൻ്റെ ജീവൻ കൊടുത്തിട്ടായാലും ഞാൻ കൊടുത്തിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ നടന്ന് പോവുകയാണ്. ആ സമയം അവിടേക്ക് നന്ദു വന്നിട്ട് ഇതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട് അമ്മേ എന്തൊക്കെയാണ് അമ്മ ചെയ്തു കൂട്ടിയിരിക്കുന്നത്, പലിശയ്ക്ക് വാങ്ങിച്ചു തന്ന ആളെ വീട്ടിൽ പൂട്ടി വെച്ചാന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമാണോ, ഈ ലോകത്ത് എവിടെയെങ്കിലും നടക്കുമെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ നന്ദുക്കുട്ട അയാൾ എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിക്കൊണ്ടല്ലേ എന്ന് പറയാണ്. അങ്ങനെ വല്ലതും പെരുമാറിയിട്ടെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ, ഞാൻ അയാളെ ശരിയാക്കില്ലേ എന്ന് പറയാണ്. അമ്മേനെ പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മയുടെ സ്വഭാവം തന്നെയാണ് നവ്യക്കുള്ളതെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട് മോനെ ഈ പാലൊന്ന് കുടിക്കുന്ന പറയാണ്, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നന്ദു അവിടെ നിന്ന് നേരെ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അഭിയാണെന്നുണ്ടെങ്കിൽ ഓഫീസിൽ ചെന്നപ്പോൾ അവൻ ഇൻസൾട്ട് ചെയ്ത കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മുടെ ആദർശ് അവനെ വില കുറച്ച് കാണുന്നതും ബാക്കിയുള്ള സ്റ്റാഫിനെ പോലെ തന്നെ ഇവനെയും കണ്ടാൽ മതിയെന്നും പ്രത്യേകം ക്യാബിനൊന്നും കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് തരം താഴ്ത്തിയതിനെ പറ്റിയൊക്കെയാണ് അഭി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ജലജ വരുന്നുണ്ടെന്ന് ജലജ ചോദിക്കുന്നുണ്ട് മോനെ നീ ഇപ്പോഴും ആ വിഷയമൊന്നും വിട്ടില്ലെന്ന് പറയാണ്. അതെങ്ങനെ വിടാനമ്മേ, എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് എന്നെ നാണം കെടുത്തതല്ലേ, അതങ്ങനെ എത്ര പെട്ടെന്ന് നമുക്ക് മറക്കാനായിട്ട് പറ്റില്ലല്ലോ എന്ന് പറയുകയാണ്. മോനെ ഞാനും ഇതൊന്നും മറക്കുന്നില്ല, നീ തഞ്ചത്തിൽ നിൽക്കണം, അങ്ങനെ ആദർശിനേക്കാളും സ്നേഹം കൂടുതൽ നിന്നോട് തോന്നാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ആദർശിനെ അടിച്ച് പുറത്താക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ജലജ ഒരു പദ്ധതി തയ്യാറാക്കുകയാണ്. ശരീരവും ഗ്ലാമറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവന് കൂടപ്പിറപ്പായിട്ട് ഒരു അസുഖം അവൻ്റെ കൂടെയുണ്ട്, ആസ്മ എന്ന് പറഞ്ഞത്. അവന് കൂടുതലായിട്ട് ഐസ്ക്രീം കഴിക്കാനോ തണവോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ അത് നമ്മൾ മുതലെടുക്കണം, അവനെ എങ്ങനെ ബുദ്ധിമുട്ടിക്കണം എന്നുള്ള കാര്യം ചെറുപ്പം മുതലേ എനിക്ക് തന്നെ അറിയാമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് നമ്മൾ അടുത്ത് തന്നെ ഒരു യാത്ര പോകും, അതിപ്പോൾ മുത്തശ്ശനും അടുത്ത് തന്നെ നമ്മളെല്ലാവരോടും പറയും. അങ്ങനെ നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നീ നല്ല സ്നേഹത്തിൽ ആദർശിനെ കൊണ്ട് ഐസ്ക്രീം കഴിപ്പിക്കണം, അത് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എനിക്കറിയാം, അങ്ങനെ അവൻ മരിച്ചു പോകട്ടെ എന്നുകൂടി
അങ്ങനെ അവനെ ഇല്ലാതാക്കാനുള്ള പരിപാടിയാണ് ജലജയും അബിയും കൂടി തീരുമാനിക്കുന്നത്. അപ്പോൾ അബി പറയുന്നുണ്ട്, ഇത്ര നാളായിട്ടും എനിക്ക് അയാളെ കൊല്ലണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പം ഞാൻ അത് ആഗ്രഹിക്കുന്നു എന്ന് പറയാണ്. അങ്ങനെ ഈ ഒരു ട്രിപ്പ് പോകുന്നതോടു കൂടി തന്നെ ആദർശിനെ ഇല്ലാതാക്കാനാണ് അവർ പദ്ധതി ഇട്ടിരിക്കുന്നത്. അങ്ങനെ ആദർശിൻ്റെ സ്ഥാനത്ത് കയറിയിട്ട് MD ആയിട്ട് ഞെളിഞ്ഞിരിക്കാനാണ് അബിയും പദ്ധതി ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായം ചെയ്തു കൊടുക്കാനായിട്ട് ജലജയും കൂടെ തന്നെയുണ്ട്. അപ്പോൾ ഇതിലെല്ലാം കൂടി നടപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അനന്തപുരിയിലെ കിരീടമില്ലാത്ത രാജാവായിട്ട് അബി മാറുമെന്നുള്ളൊരു കാര്യം അവനറിയാം. അങ്ങനെ അബിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ പത്തരമാറ്റിലെ എപ്പിസോഡ് തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഏറ്റവും പുതിയ പത്തരമാറ്റിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവരേക്കും ബായ്.